ഹായ് ഓൾ, വെൽക്കം ടു അവർ ചാനൽ ടേണിംഗ് PSC. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എസ്ഐയുടെ മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, 2024 നടന്ന SI മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ജോഡികളിൽ ഏതാണ് ശരിയായി ചേരുംപടി ചേരുന്നതെന്നാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. താഴെ പറയുന്ന ജോഡികളിൽ ഏതാണ് ശരിയായി ചേരുംപടി ചേരുന്നത്? നമുക്ക് നോക്കാം. ഉത്തരം എന്ന് പറയുന്നത് ഒന്ന് മാത്രം. ഇത് മാത്രമാണ് ശരിയായിട്ട് കൊടുത്തിട്ടുള്ളൂ, ബാക്കിയെല്ലാം തെറ്റാണ്. അഫോൺസോ ഡി അൽബുക്കർക്ക് എന്ന് പറയുന്നത് മിക്സഡ് കോളനികളുടെ നയമായിരുന്നു. അഫോൺസോ ഡി അൽബുക്കർക്ക് എന്ന് പറയുന്നത് മിക്സഡ് കോളനികളുടെ നയം, അത് മാത്രമാണ് ഇവിടെ ശരിയായിട്ട് കൊടുത്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇനി പറയുന്ന വാക്യങ്ങൾ വായിച്ച് താഴെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്ന് ശരിയായ ഉത്തരങ്ങൾ തിരഞ്ഞെടുക്കുക. ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 1, 3, 4 ഇവിടെ ശരിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ശരിയായ ഉത്തരങ്ങളാണ് തിരഞ്ഞെടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. 1757 പ്ലാസി യുദ്ധത്തിൽ ബംഗാളിൽ തുടങ്ങി ഇന്ത്യൻ പ്രദേശത്തിന്റെ വിപുലീകരണത്തിൽ ബ്രിട്ടീഷുകാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അത് ശരിയാണല്ലേ? 1757 പ്ലാസി യുദ്ധത്തിൽ ബംഗാളിൽ തുടങ്ങി ഇന്ത്യൻ പ്രദേശത്തിന്റെ വിപുലീകരണത്തിൽ ബ്രിട്ടീഷുകാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്ന് പറഞ്ഞ പോയിന്റ് ശരിയാണ്. ഇന്ത്യൻ പ്രസിന്റെ വിമോചകൻ എന്നാണ് ചാൾസ് മെറ്റ്കാൾഫ് അറിയപ്പെടുന്നത്. അതും ശരിയാണ്. ഇന്ത്യൻ പ്രസിന്റെ വിമോചകൻ എന്നാണ് ചാൾസ് മെറ്റ്കാൾഫ് അറിയപ്പെടുന്നത്. ഇന്ത്യൻ പ്രസിന്റെ വിമോചകൻ എന്നാണ് ചാൾസ് മെറ്റ്കാൾഫ് അറിയപ്പെടുന്നത്. ജെയിംസ് അഗസ്റ്റസ് ഹിക്കയെ ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നു. അതും ശരിയാണല്ലേ? ജെയിംസ് അഗസ്റ്റസ് ഹിക്കയാണ് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ പിതാവാണ് ആരെന്ന് പറയുന്നത്? ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. ഇന്ത്യൻ പ്രസിന്റെ വിമോചകൻ എന്നാണ് ചാൾസ് മെറ്റ്കാൾഫ് അറിയപ്പെടുന്നത്. 1757 പ്ലാസി യുദ്ധത്തിൽ ബംഗാളിൽ തുടങ്ങിയ ഇന്ത്യൻ പ്രദേശത്തിനെ വിപുലീകരിക്കുന്നതിൽ ബ്രിട്ടീഷുകാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഈ 3 സ്റ്റേറ്റ്മെന്റും ഇവിടെ ശരിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ജോഡികളിൽ ഏതാണ് ശരിയായി ചേരുംപടി ചേരുന്നത്? ഇനിയൊരു ചേരുംപടിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ്. 2ഉം 4ഉം ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് സ്റ്റാമ്പ് ആക്ട് ജോർജ് ഗ്രാൻവിലെ. അത് ശരിയാണ്. ഹാങ്കോ സംഭവം ലിയുവാൻ ഹങ് ആണ്. അതും ശരിയാണ്. സ്റ്റാമ്പ് ആക്ട് ജോർജ് ഗ്രാൻവിലെ, ഹാങ്കോ സംഭവം ലിയുവാൻ ഹങ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനയിൽ ഏതാണ് തെറ്റായിട്ടുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറഞ്ഞാൽ. പ്രസ്താവന ബി തെറ്റാണ്, ACD ശരിയാണ്. നമുക്ക് നോക്കാം. ഇന്ത്യയിലെ ദുരന്ത ഇൻഷുറൻസ് നടപ്പിലാക്കിയ ആദ്യത്തെ സംസ്ഥാനമായി നാഗാലാൻഡ് മാറി. അത് ശരിയാണ്. നാഗാലാൻഡ് ആണ് ഇന്ത്യയിലെ ദുരന്ത ഇൻഷുറൻസ് നടപ്പിലാക്കിയ ആദ്യത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. നാഗാലാൻഡ് ആണ് ഇന്ത്യയിലെ ദുരന്ത ഇൻഷുറൻസ് നടപ്പിലാക്കിയ ആദ്യത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെ ആദരിക്കുന്നതിനായി ഏർപ്പെടുത്തിയ പുതിയ പുരസ്കാരമാണ് രാഷ്ട്രീയ വിജ്ഞാന പുരസ്കാരം. അതും ശരിയാണ്. ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെ ആദരിക്കുന്നതിനായി ഏർപ്പെടുത്തിയ പുതിയ പുരസ്കാരമാണ് രാഷ്ട്രീയ വിജ്ഞാന പുരസ്കാരം. അടുത്തത്, ഓസ്ട്രേലിയൻ ഓപ്പൺ സൂപ്പർ 500 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ HS പ്രണോയ് റണ്ണറപ്പായി. ഇന്ത്യയുടെ HS പ്രണോയാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ സൂപ്പർ 500 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ റണ്ണറപ്പ് ആയത്. HS പ്രണോയ് ആണ്. ഓക്കെ, ആ സ്റ്റേറ്റ്മെന്റും ഇവിടെ ശരിയായിട്ടാണ് കൊടുത്തില്ല. ഇന്ത്യയിൽ ദുരന്ത ഇൻഷുറൻസ് നടപ്പിലാക്കിയ ആദ്യത്തെ സ്റ്റേറ്റ് ആണ് നാഗാലാൻഡ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെ ആദരിക്കുന്നതിനായി ഏർപ്പെടുത്തിയ പുതിയ പുരസ്കാരമാണ് രാഷ്ട്രീയ വിജ്ഞാന പുരസ്കാരം. ഓസ്ട്രേലിയൻ ഓപ്പൺ സൂപ്പർ 500 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ HS പ്രണോയ് റണ്ണറപ്പായി. 3 സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ട് കൊടുത്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താപനില വിപരീതത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവന പരിഗണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. ഉത്തരം എന്ന് പറയുന്നത് 1ഉം 2ഉം ആണ്. ഓക്കെ, താപനില വിപരീതം മണ്ണിനോട് ചേർന്നുള്ള മലിനീകരണ വസ്തുക്കളെ കുടുക്കാൻ കഴിയും. ശാന്തമായ കാറ്റുകളെ തെളിഞ്ഞ രാത്രികളിലാണ് താപനില വിപരീതം സാധാരണയായി സംഭവിക്കുന്നത്. ഓക്കെ, ഈ 2 സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ ശരിയായിട്ട് കൊടുത്തിരിക്കുന്നത്. ഡിഗ്രി മെയിൻസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ടഫാണ്, പക്ഷേ എന്നാലും അല്ലേ, നമുക്ക് അതൊക്കെ എന്താണ് നമ്മുടെ എക്സാമിനൊക്കെ നമുക്ക് ഉപകാരപ്പെടും. ഇതിനകത്ത് 50 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അല്ലേ കുറേ പോയിന്റ്സ് നമുക്ക് പഠിക്കാനായിട്ട് വരും. ഡിഗ്രി ലെവലായതുകൊണ്ട് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, പക്ഷേ അത് നമുക്ക് പഠനത്തിൽ നമുക്കത് ഉപകാരപ്രദം തന്നെ ആയിരിക്കും. ഓക്കെ, താപനില വിപരീതം മണ്ണിനോട് ചേർന്നുള്ള മലിനീകരണ വസ്തുക്കളെ കൊടുക്കാൻ കഴിയും. അതോടൊപ്പം ശാന്തമായ കാറ്റുകളെ തെളിഞ്ഞ രാത്രികളിലാണ് താപനില വിപരീതം സാധാരണയായിട്ട് സംഭവിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 2011 സെൻസസിലെ ജനസംഖ്യ അടിസ്ഥാനമാക്കി താഴെ പറയുന്ന ജില്ലകളെ അവരോഹണ ക്രമത്തിൽ ക്രമീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ്. മലപ്പുറം, തിരുവനന്തപുരം, എറണാകുളം, തൃശ്ശൂർ. 2011 സെൻസസിലെ ജനസംഖ്യ അടിസ്ഥാനമാക്കി അവരോഹണ ക്രമത്തിൽ ക്രമീകരിക്കുമ്പോൾ എന്താണ്? മലപ്പുറം, തിരുവനന്തപുരം, എറണാകുളം, തൃശ്ശൂർ. ഓക്കെ, അടുത്ത സ്റ്റേറ്റ്മെന്റ്, ഡെക്കാൻ പീഠഭൂമി പ്രാഥമികമായി രൂപാന്തരപ്പെട്ട പാറകൾ ചേർന്നതാണ്.
സ്റ്റേറ്റ്മെന്റ് 2, ക്രിട്ടേഷ്യസ് കാലഘട്ടത്തിലെ അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ മൂലമാണ് ഡെക്കാൻ പീഠഭൂമി രൂപപ്പെട്ടത്. ഇതിൽ ഏതാണ് ശരിയായതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് താഴെ തന്നെ ഏതാണ് ശരിയായതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ രണ്ടാമത്തെ പ്രസ്താവനയാണ് ശരി എന്ന് പറയുന്നത്, 1 തെറ്റാണ്. ക്രിട്ടേഷ്യസ് കാലഘട്ടത്തിലെ അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ മൂലമാണ് ഡെക്കാൻ പീഠഭൂമി രൂപപ്പെട്ടത്. ഇത് നമ്മൾ കഴിഞ്ഞ 10th ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടതാണ്. ക്രിട്ടേഷ്യസ് കാലഘട്ടത്തിലെ അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ മൂലമാണ് ഡെക്കാൻ പീഠഭൂമി രൂപപ്പെട്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഉയരുന്ന താപനിലയും കുറഞ്ഞ മഴയും മൂലം നദിയിലെ ജലം ചരിത്രപരമായ താഴ്ന്ന നിലയിലെത്തിയതിനാൽ ആഗോള താപനത്തിന് ഏറ്റവും പുതിയ ഇരയായി മെക്കൻസി നദി അടുത്തിടെ ലോകമെമ്പാടും താല്പര്യം ജനിപ്പിച്ചു. മെക്കൻസി നദി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി കാനഡയാണ് കേട്ടോ. ഉയരുന്ന താപനിലയും കുറഞ്ഞ മഴയും മൂലം നദിയിലെ ജലം ചരിത്രപരമായ താഴ്ന്ന നിലയിലെത്തിയതിനാൽ ആഗോള താപനത്തിന്റെ ഏറ്റവും പുതിയ ഇരയായ മെക്കൻസി നദി അടുത്തിടെ ലോകമെമ്പാടും താല്പര്യം ജനിപ്പിച്ചു. മെക്കൻസി നദി ഏത് രാജ്യത്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? കാനഡയിലാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവ ചേരുംപടി ചേർക്കുക. ഉത്തരം എന്ന് പറയുന്നത് സി ആണ്. ജനകീയ പദ്ധതി ആരാണ്? MN റോയ് ആണ് അല്ലേ. പീപ്പിൾസ് പ്ലാൻ MN റോയ്, ജനകീയ പദ്ധതി MN റോയ്. ഇനി എന്താണ് ബോംബെ പ്ലാൻ? ആരുടെയാണ് ബോംബെ പ്ലാൻ എന്ന് പറയുന്നത്? JRD ടാറ്റ അല്ലേ. ബോംബെ പ്ലാൻ JRD ടാറ്റ. ഇനി ഗാന്ധിയൻ പദ്ധതി ആരുടെയാണ്? ഗാന്ധിയൻ പദ്ധതി ശ്രീമൻ നരയനാണ്. ശ്രീമൻ നാരായൺ എന്നൊക്കെ പറയും. ശ്രീമൻ നരയനാണ് ഗാന്ധിയൻ പദ്ധതി. ദേശീയ ആസൂത്രണ സമിതി അതെല്ലാവർക്കും അറിയാം അല്ലേ. ജവഹർലാൽ നെഹ്റു ആണ് അല്ലേ. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ നെഹ്റുവിൻ്റെയാണ് ദേശീയ ആസൂത്രണ സമിതി. ജനകീയ പദ്ധതി അഥവാ പീപ്പിൾസ് പ്ലാൻ MN റോയ്, ബോംബെ പ്ലാൻ JRD ടാറ്റ, ഗാന്ധിയൻ പദ്ധതി ശ്രീമൻ നാരായൺ, ദേശീയ ആസൂത്രണ സമിതി ജവഹർലാൽ നെഹ്റു. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏത് പരോക്ഷ നികുതിയാണ് GST ഉൾപ്പെടുത്താത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ എ കസ്റ്റംസ് ഡ്യൂട്ടിയാണ്. താഴെ പറയുന്നതിൽ ഏത് പരോക്ഷ നികുതിയാണ് GST ഉൾപ്പെടാത്തത്? ബാക്കിയെല്ലാം എന്താണ്? എക്സൈസ് ഉണ്ട്, മൂല്യവർദ്ധിത നികുതിയുണ്ട്, ലക്ഷറി ടാക്സ് ഉണ്ട്. ഇതൊക്കെ എന്താണ്? GST ഉൾപ്പെടുന്നതാണ്. പക്ഷേ GST പെടാത്തതാണ് കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ന്യൂ അഗ്രികൾച്ചറൽ സ്ട്രാറ്റജി NAS ന്യൂ അഗ്രികൾച്ചറൽ സ്ട്രാറ്റജിയുമായി ബന്ധപ്പെട്ട ഏത് പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം എല്ലാം ഉണ്ട്. നമുക്ക് നോക്കാം. വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഉപാധിയായും സാമൂഹ്യനീതികൾക്കുള്ള ഉപകരണമായും സ്ഥാനപരമായ പരിഷ്കാരങ്ങൾ ഉപേക്ഷിച്ചു. വില ഇൻറ്റൻസിറ്റീവിനേക്കാൾ പിന്തുണയ്ക്കപ്പെടുന്ന ഒരു സാങ്കേതിക വിദ്യയുടെ നേതൃത്വത്തിലുള്ള വളർച്ചാ പ്രക്രിയയ്ക്ക് ഏകീകൃത ഊന്നൽ നൽകി. വളർച്ചയുടെ ആദ്യ ഓപ്ഷന് സമ്പദ് വ്യവസ്ഥയിലെ ദാരിദ്ര്യം കുറയ്ക്കുന്നതിന് ഉപതന്ത്രം ആവശ്യമാണ്. ഇതെല്ലാം എന്താണ്? ന്യൂ അഗ്രികൾച്ചർ സ്ട്രാറ്റജിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ്. വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഉപാധിയായും സാമൂഹ്യ നീതിക്കുള്ള ഉപകരണമായും സ്ഥാപനപരമായ പരിഷ്കാരങ്ങൾ ഉപേക്ഷിച്ചു. വില ഇൻസെൻറ്റീവുകളാൽ പിന്തുണയ്ക്കപ്പെടുന്ന ഒരു സാങ്കേതിക വിദ്യയുടെ നേതൃത്വത്തിലുള്ള വളർച്ചാ പ്രക്രിയയ്ക്ക് ഏകീകൃത ഊന്നൽ നൽകി. വളർച്ചയുടെ ആദ്യ ഓപ്ഷൻ സമ്പദ് വ്യവസ്ഥയിലെ ദാരിദ്ര്യം കുറയ്ക്കുന്നതിന് ഉപതന്ത്രം ആവശ്യമാണ്. ഈ 3 സ്റ്റേറ്റ്മെൻറ്റും എന്താണ്? ന്യൂ അഗ്രികൾച്ചർ സ്ട്രാറ്റജിയുമായി ബന്ധപ്പെട്ട് ശരിയായതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. SATE SATHE എന്നത് ഡാഷ് എന്നതിലേക്കുള്ളൊരു പദ്ധതിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ്. മനുഷ്യ മൂലധനത്തെ പരിവർത്തനം ചെയ്യുന്നതിനുള്ള സുസ്ഥിര നടപടി വിദ്യാഭ്യാസമാണ് SATHE എന്ന് പറയുന്നത്. SATH എന്ന് പറഞ്ഞാൽ എന്താണ്? സസ്റ്റൈനബിൾ ആക്ഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഹ്യൂമൻ ക്യാപിറ്റൽ എഡ്യൂക്കേഷൻ. സസ്റ്റൈനബിൾ ആക്ഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഹ്യൂമൻ ക്യാപിറ്റൽ എഡ്യൂക്കേഷൻ ആണ് SATEയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഒന്നും കൂടെ പറയാം. സസ്റ്റൈനബിൾ ആക്ഷൻ, A ഫോർ ആക്ഷൻ, ദെൻ ഫോർ ട്രാൻസ്ഫോമിംഗ്, T ഫോർ ട്രാൻസ്ഫോമിംഗ്, H ഫോർ ഹ്യൂമൻ ക്യാപിറ്റൽ ആണ്, E ഫോർ എഡ്യൂക്കേഷൻ. ഓക്കെ, സസ്റ്റൈനബിൾ ആക്ഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഹ്യൂമൻ ക്യാപിറ്റൽ എഡ്യൂക്കേഷൻ എന്നത് ഡാഷ് എന്നതിലേക്കുള്ളൊരു പദ്ധതിയാണെന്നാണ് പറയുന്നത്. എന്താണ്? മനുഷ്യ മൂലധനത്തെ പരിവർത്തനം ചെയ്യുന്നതിനുള്ള സുസ്ഥിര നടപടി വിദ്യാഭ്യാസം. മനുഷ്യ മൂലധനത്തെ പരിവർത്തനം ചെയ്യുന്നതിനുള്ള സുസ്ഥിര നടപടി വിദ്യാഭ്യാസമാണ് SATE എന്നത് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് നൽകിയ അധികാരങ്ങൾ അനുസരിച്ചാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സ്ഥാപിച്ചത്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സ്ഥാപിച്ചത് ഡാഷ് നൽകിയ അധികാരങ്ങൾ അനുസരിച്ചാണ്. ഏതാണ്? ഓപ്ഷൻ എ ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആക്ട് 1985 സെക്ഷൻ 4 ഉപവകുപ്പ് 2 ഇമ്പോർട്ടൻ്റ് ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആക്ട് 1985 സെക്ഷൻ 4 ഉപവകുപ്പ് 2 എന്തെന്ന് പറയുന്നത്? കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സ്ഥാപിച്ചത്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആക്ടിൻ്റെ 1985 സെക്ഷൻ 4 ഉപവകുപ്പ് 2 പ്രകാരമാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സ്ഥാപിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ കേരളത്തിലെ താഴെ പറയുന്ന ഏതെല്ലാം ജില്ലകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ഓപ്ഷൻ സി ആണ്.
പാലക്കാടും വയനാടും. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ കേരളത്തിലെ താഴെ പറയുന്ന ഏതെല്ലാം ജില്ലകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ വയനാടും പാലക്കാടുമാണ്. 14 ഓപ്ഷൻ സി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ അക്ഷയ പദ്ധതിയെക്കുറിച്ച് താഴെ പറയുന്നതിൽ ഏതാണ് തെറ്റെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കേരളത്തിലെ അക്ഷയ പദ്ധതിയെക്കുറിച്ച് തെറ്റായ പ്രസ്താവനയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഡി ആണ് തെറ്റെന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. സംസ്ഥാനത്ത് ഈ സാക്ഷരത നൽകുന്നതിനായി അക്ഷയ പദ്ധതി ആരംഭിച്ചു. ശരിയാണ് അല്ലേ. ഇലക്ട്രോണിക് സാക്ഷരത കൈവരിക്കുന്നതിനായിട്ടാണ് അക്ഷയ പദ്ധതി ആരംഭിച്ചത്. ശരിയാണ്. മെച്ചപ്പെട്ട സേവന വിതരണത്തിലൂടെ മികച്ച പൗരഭരണ പങ്കാളിത്തത്തിൽ അക്ഷയ പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അതും ശരിയാണ്. മെച്ചപ്പെട്ട സേവന വിതരണത്തിലൂടെ മികച്ച പൗരഭരണ പങ്കാളിത്തത്തിൽ അക്ഷയ പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അക്ഷയ പദ്ധതി ആദ്യം ആരംഭിച്ചത് മലപ്പുറം ജില്ലയിലാണ്. അതും ശരിയാണ് അല്ലേ. അക്ഷയ പദ്ധതി ആദ്യം വന്ന എവിടെയാണ്? മലപ്പുറം ജില്ലയിലാണ്. ഓക്കെ. പൈലറ്റ് ഇംപ്ലിമെന്റേഷൻ 2003 അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അപ്പോൾ തെറ്റാണ്. ഓക്കെ. കേരളത്തിലെ അക്ഷയ പദ്ധതിയെക്കുറിച്ച് താഴെ പറയുന്നതിൽ ഏതാണ് തെറ്റെന്നാണ് ചോദിച്ചത്. അതിൽ ശരിയായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തെ ഈ സാക്ഷരത അഥവാ ഇലക്ട്രോണിക് സാക്ഷരത നൽകുന്നതിനായിട്ട് അക്ഷയ പദ്ധതി ആരംഭിച്ചു. മെച്ചപ്പെട്ട സേവന വിതരണത്തിലൂടെ മികച്ച പൗരഭരണ പങ്കാളിത്തത്തിൽ അക്ഷയ പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അക്ഷയ പദ്ധതി ആദ്യം ആരംഭിച്ചത് മലപ്പുറം ജില്ലയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, തിരുവിതാംകൂർ കലാപത്തിന്റെ മാഗ്നാകാർട്ട എന്ന് വാഴ്ത്തപ്പെട്ട വിളംബരം തിരിച്ചറിയുക. ഏതാണ്? തിരുവിതാംകൂർ കലാപത്തിന്റെ മാഗ്നാകാർട്ട എന്ന് വാഴ്ത്തപ്പെട്ട വിളംബരം തിരിച്ചറിയുക. ഓപ്ഷൻ സി ആണ്. 1040 പട്ടം വിളംബരമാണ്. ഓക്കെ. ഇതിൽ പട്ടം എന്ന് പറയുമ്പോൾ പാട്ടം വിളംബരമാണ് കേട്ടോ. ഓക്കെ. 1865. ഓക്കെ. മലയാളം ഇത് പറയുമ്പോഴാണ് 1040 എന്ന് പറഞ്ഞാൽ 1865 എന്താ പാട്ട വിളംബരമാണ് ഇതെന്ന് പറഞ്ഞാൽ തിരുവിതാംകൂർ കലാപത്തിന്റെ മാഗ്നാകാർട്ട എന്ന് വാഴ്ത്തപ്പെടുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, 8 പ്രധാന ഡിവിഷനുകളാണ് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കുന്നത്. ഈ വിഭാഗങ്ങളുടെ ഭാഗമല്ലാത്തത് ഒന്ന് തിരിച്ചറിയാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ്? 8 പ്രധാന ഡിവിഷനുകളാണ് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കുന്നത്. ഇതിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറയുന്നത്. ഇത് പിടത്തില്ല. ഓക്കെ. ഓപ്ഷൻ ഡി പിടില്ല. നമുക്ക് ബാക്കി നോക്കാം. പ്ലാൻ കോഓർഡിനേഷൻ വിഭാഗമുണ്ട്, സാമൂഹിക സേവന വിഭാഗമുണ്ട്, കാഴ്ചപ്പാട് ആസൂത്രണ വിഭാഗമുണ്ട്. ഇത് മൂന്നും എന്താണ്? ഈ 8 പ്രധാന ഡിവിഷനുകളിൽ കേരള ആസൂത്രണ ബോർഡിന്റെ ഔദ്യോഗിക ചുമതലകളിൽ പെടുന്നവയാണ്. ഓക്കെ. പ്ലാൻ കോഓർഡിനേഷൻ വിഭാഗം, സാമൂഹ്യ സേവന വിഭാഗം, കാഴ്ചപ്പാട് ആസൂത്രണ വിഭാഗം. അടുത്ത സ്റ്റേറ്റ്മെന്റ്, അടുത്തിടെ കേരളം മനുഷ്യമൃഗ സംഘർഷത്തെ സംസ്ഥാന പൈതൃക ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചു. സംസ്ഥാന പ്രത്യേക ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്ന പ്രസ്താവന പരിഗണിക്കുക. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ ഏതെല്ലാമാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ്. 1, 3 ആണ് ഇവിടെ ശരിയായിട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. തീരദേശ ശോഷണം കേരളത്തിലെ ഒരു സംസ്ഥാന പ്രത്യേക ദുരന്തമാണ്. അത് ശരിയാണ് അല്ലേ. തീരദേശ ശോഷണം കേരളത്തിലെ ഒരു സംസ്ഥാന പ്രത്യേക ദുരന്തമാണ്. വന്യജീവി സംരക്ഷണ നിയമം ഉൾപ്പെടെയുള്ള മറ്റു മാനദണ്ഡങ്ങൾ മറികടന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് നടപടികൾ സ്വീകരിക്കാം. വന്യജീവി സംരക്ഷണ നിയമം ഉൾപ്പെടെയുള്ള മറ്റു മാനദണ്ഡങ്ങൾ മറികടന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി SDMA നടപടികൾ സ്വീകരിക്കാമെന്നാണ് പറയുന്നത്. അത് രണ്ടും ശരിയാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, നിയാസിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് പെല്ലഗ്ര. ആൻസർ ഡാഷിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് പെല്ലഗ്ര. ഏതാണ്? നിയാസിന്റെ കുറവ് മൂലമാണ് പെല്ലഗ്ര എന്ന രോഗം ഉണ്ടാകുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറയുന്നത്. നിയാസിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് പെല്ലഗ്ര. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ഏതാണ് ആരോഗ്യ സൂചകം അല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ ബി ആണ്. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ് ആരോഗ്യ സൂചകത്തിൽ പെടുന്നത് നോക്കിക്കേ. മോർബിഡിറ്റി സൂചകങ്ങളുണ്ട്. ഓപ്ഷൻ എ ഉണ്ട്. ആരോഗ്യനയ സൂചകങ്ങളുണ്ട്. ഹെൽത്ത് കെയർ ഡെലിവറി സൂചകങ്ങളുണ്ട്. മോർബിഡിറ്റി സൂചകങ്ങളുണ്ട്, ആരോഗ്യനയ സൂചകങ്ങളുണ്ട്, ഹെൽത്ത് കെയർ ഡെലിവറി സൂചകങ്ങളുണ്ട്. ഇതൊക്കെ എന്താണ്? ആരോഗ്യ സൂചകത്തിൽ ഉൾപ്പെടുന്നവയാണ്. വിവാഹ സൂചകം അതിൽ പെടുന്നതല്ല. അടുത്ത ക്വസ്റ്റ്യൻ, പ്രായപൂർത്തിയായ ഒരു മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം. സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലേ. ഓപ്ഷൻ ഡി 206 ആണ്. ഇനി നവജാത ശിശുക്കളിലാണെങ്കിൽ എത്രയാണ്? 300 ആണല്ലേ. അത് 206 മാറും പിന്നീട് അല്ലേ. ഓക്കെ. പല അസ്ഥികളും കൂടി ചേർന്ന് 206 അസ്ഥികളായിട്ട് വരും. പ്രായപൂർത്തിയാകുമ്പോൾ ഒരു മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം 206. താഴെ പറയുന്നതിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻ അല്ലാത്തത്, അതായത് കൊഴുപ്പിൽ ഫാറ്റിൽ ലയിക്കുന്ന വിറ്റാമിൻ അല്ലാത്തതെന്ന് ചോദിച്ചിരാം. ഏതൊക്കെയാണ്? ബിയും സിയും അല്ലേ. ബാക്കി KEDA അതൊക്കെ എന്താണ്? കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻ ആണ്. ബിയും സിയും എന്താണ്? വാട്ടർ സോലുബിൾ ആണ്. ഓപ്ഷൻ എ ആണല്ലേ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആണ്. വാട്ടർ സോലുബിൾ ആയിട്ടുള്ള വിറ്റാമിൻ ആണ് വൈറ്റമിൻ സിയും ബിയും. ബാക്കി KEDA നമ്മൾ കൊഴുപ്പ് കേടാന്നാണ് പഠിച്ചല്ലേ. കേടാ. അപ്പോൾ കൊഴുപ്പ് എന്താണ്? ശരീരത്തിന് കേടാണ്. ഓക്കെ. KEDA. അടുത്തത്, ഫൈലറിയാസിന്റെ കാരണക്കാരനായ ജീവി ഏതാണ്? ഫൈലറിയാസിന്റെ കാരണക്കാരനായ ജീവിയാണ് ഇതെന്ന് പറയുന്നത്. ഓപ്ഷൻ ബി വുജറേറിയ ബാൻക്രാഫ്റ്റി. ഓപ്ഷൻ ബി ആണ് ഇതെന്ന് പറയുന്നത്. ഫൈലേറിയാസിന്റെ കാരണക്കാരനായ ജീവിയാണ് വുജറേറിയ ബാൻക്രാഫ്റ്റി എന്ന് പറയുന്നത്.
കൊറോണറി ഹൃദ്രോഗം തടയുന്നതിന് ശുപാർശ ചെയ്യുന്ന ഭക്ഷണക്രമത്തിൽ താഴെ പറയുന്നതിൽ ശരി അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ശരിയല്ലാത്തത്? ഓപ്ഷൻ എ ആണ്. ഉപ്പിന്റെ അളവ് പ്രതിദിനം 10 ഗ്രാമായിട്ട് കുറയ്ക്കുക. അങ്ങനെ ഒരു പോയിന്റ് ഉണ്ടോ? ഇല്ല അല്ലേ. മൊത്തം ഊർജ്ജ ഉപഭോഗത്തിന്റെ 10% താഴെ പൂരിത കൊഴുപ്പിന്റെ ഉപഭോഗം പരിമിതപ്പെടുത്തുക. സങ്കീർണമായ കാർബോഹൈഡ്രേറ്റ് ഉപഭോഗത്തിൽ വർധനവ്. മൊത്തം കഴിക്കുന്നതിന് 20 മുതൽ 30% കൊഴുപ്പിന്റെ അളവ് കുറയ്ക്കുന്നു. ഇതൊക്കെയാണ് കൊറോണറി ഹൃദ്രോഗം തടയുന്നതിന് ശുപാർശ ചെയ്യുന്ന ഭക്ഷണക്രമത്തിൽ പെടുന്നത്. പെടാത്തത് ചോദിച്ചാൽ ഉത്തരം എന്ന് പറയുന്നത് ഉപ്പിന്റെ അളവ് പ്രതിദിനം 10 ഗ്രാമായിട്ട് കുറയ്ക്കുക. അതാണ് ഇവിടെ തന്നിരിക്കുന്ന തെറ്റ്. ശരിയെന്ന് പറയുന്നത് മൊത്തം ഊർജ്ജ ഉപഭോഗത്തിന്റെ 10% താഴെയുള്ള പൂരിത കൊഴുപ്പിന്റെ ഉപഭോഗം പരിമിതപ്പെടുത്തുക. സങ്കീർണമായ കാർബോഹൈഡ്രേറ്റിന്റെ ഉപഭോഗത്തിൽ വർധനവ്. മൊത്തം കഴിക്കുന്നതിന്റെ 20 മുതൽ 30% വരെ കൊഴുപ്പിന്റെ അളവ് കുറയ്ക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ലോകാരോഗ്യ തീമാണ് ചോദിച്ചിരിക്കുന്നത്. ലോകാരോഗ്യ ദിനത്തിന്റെ തീമാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ പ്രമേയമാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ സി, എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. ഓപ്ഷൻ സി, എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നതാണ് 2024 ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. 2024 ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയമാണ് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. അടുത്ത ക്വസ്റ്റ്യൻ, 2005 വിവരാവകാശ നിയമത്തിന്റെ 11-ാം വകുപ്പ് അനുസരിച്ച് കേന്ദ്ര സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വിവരങ്ങൾ വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നതിനെക്കുറിച്ച് 3-ാം കക്ഷിയെ എപ്പോഴാണ് അറിയിക്കേണ്ടത്? ഉത്തരം എന്ന് പറയുന്നത് അപേക്ഷ സ്വീകരിച്ച് 5 ദിവസത്തിനുള്ളിൽ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. 2005 വിവരാവകാശ നിയമത്തിന്റെ 11-ാം വകുപ്പ് അനുസരിച്ച് കേന്ദ്ര സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വിവരങ്ങൾ വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നതിനെക്കുറിച്ച് 3-ാം കക്ഷിയെ എപ്പോഴാണ് അറിയിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അപേക്ഷ സ്വീകരിച്ച് 5 ദിവസത്തിനുള്ളിൽ. അപേക്ഷ സ്വീകരിച്ച് 5 ദിവസത്തിന് ഉള്ളിൽ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, 20 വർഷം പഴക്കമുള്ള വിവരങ്ങളുടെ വെളിപ്പെടുത്തൽ പരിമിതപ്പെടുത്താൻ സെക്ഷൻ 8 ഉപവകുപ്പ് 1 ഏതെല്ലാം ക്ലോസുകൾക്ക് കഴിയുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ബി ആണ്. ക്ലോസ് എ, സി ആൻഡ് ഐ എന്നാണ് പറയുന്നത്. ക്ലോസ് എ, സി ആൻഡ് ഐ. അടുത്ത ക്വസ്റ്റ്യൻ, തങ്ങളുടെ സ്ഥിരീകരണ വേളയിലോ സത്യപ്രതിജ്ഞാ വേളയിലോ ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും ഉയർത്തിപ്പിടിക്കാൻ പ്രതിജ്ഞ എടുക്കുന്ന പ്രവർത്തകർ ആരാണ്? ഓപ്ഷൻ ഡി, മുഖ്യമന്ത്രിയാണ്. തങ്ങളുടെ സ്ഥിരീകരണ വേളയിലോ സത്യപ്രതിജ്ഞാ വേളയിലോ ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും ഉയർത്തിപ്പിടിക്കാൻ പ്രതിജ്ഞ എടുക്കുന്ന പ്രവർത്തകരാണ് മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. അടുത്തത്, ജോഡികളിൽ ഏതാണ് ശരിയായി ചേരുംപടി ചേരുന്നത്? ഇവിടെ ശരിയായിട്ട് കൊടുത്തിരിക്കുന്നത് സി മാത്രമാണ്. സ്റ്റിയറിംഗ് കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവന വായിക്കുക. സംസ്ഥാന നയത്തിന്റെ മൗലികാവകാശങ്ങളും നിർദ്ദേശ തത്വങ്ങളും എങ്ങനെ വ്യത്യസ്തമാണ്? അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഉത്തരം എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ. മൗലിക അവകാശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിർദ്ദേശ തത്വങ്ങൾ നടപ്പിലാക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടാൽ ആളുകൾക്ക് നിയമ നടപടി സ്വീകരിക്കാൻ കഴിയില്ല. മൗലിക അവകാശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിർദ്ദേശ തത്വങ്ങൾ നടപ്പിലാക്കുന്നതിന് സർക്കാർ പരാജയപ്പെട്ടാൽ എന്താണ്? ആളുകൾക്ക് നിയമ നടപടി സ്വീകരിക്കാനായിട്ട് സാധിക്കില്ല എന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. അടുത്ത സ്റ്റേറ്റ്മെന്റ്, താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതെല്ലാമാണ് ശരി? നമുക്ക് നോക്കാം. ഓപ്ഷൻ ഡി 2 മാത്രമാണ് ഇവിടെ ശരിയായിട്ട് കൊടുത്തിരിക്കുന്നത്. തടവുകാരനെ നിയമവിരുദ്ധമായി തടങ്കലിലാക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്ത ഏതെങ്കിലും വ്യക്തിക്കോ അധികാരികൾക്കോ എതിരെ ഹെബിയസ് കോർപ്പസ് ഒരു റിട്ട് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അത് പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. തടവുകാരനെ അല്ലെങ്കിൽ നിയമവിരുദ്ധമായി തടവിലാക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്ത ഏതെങ്കിലും വ്യക്തിക്കോ അധികാരികൾക്കോ എതിരെ ഹെബിയസ് കോർപ്പസ് ഒരു റിട്ട് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ പുറപ്പെടുവിക്കും എന്നത് പറയുന്നതാണ് ഇവിടെ തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നമുക്ക് എന്താണ്, അധികാരികൾക്ക് എതിരെ ഒന്നും എന്താണ് ഹെബിയസ് കോർപ്പസ് എന്നുള്ള റിട്ട് പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ തെറ്റാണ്. ശരിയല്ലാത്തതാണ് ചോദിച്ചിരുന്നത്. 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് അല്ലേ? നമുക്കറിയാം അധികാരികൾക്കെതിരെയൊന്നും ഹെബിയസ് കോർപ്പസ് റിട്ട് ശരീരം ഹാജരാക്കുക എന്നതാണ് ഹെബിയസ് കോർപ്പസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ശരിയായിട്ടുള്ള നമുക്കൊന്ന് നോക്കാം. ക്രിമിനൽ കുറ്റം ചുമത്തി കോടതി തടവിലാക്കിയ ഒരു വ്യക്തിയുടെ മോചനം ഉറപ്പാക്കാൻ ഹെബിയസ് കോർപ്പസ് റിട്ട് പുറപ്പെടുവിക്കാം. ശരിയാണ് അല്ലേ? ക്രിമിനൽ കുറ്റം ചുമത്തി കോടതി തടവിലാക്കിയ ഒരു വ്യക്തിയുടെ മോചനം ഉറപ്പാക്കാൻ ഹെബിയസ് കോർപ്പസ് റിട്ട് പുറപ്പെടുവിക്കാം. റിട്ട് പുറപ്പെടുവിച്ച വ്യക്തിയോ തടവിലാക്കപ്പെട്ട വ്യക്തിയോ കോടതിയുടെ അധികാര പരിധിയിലല്ലാത്തിടത്ത് എന്താണ്, റിട്ട് പുറപ്പെടുവിച്ച വ്യക്തിയോ തടവിലാക്കപ്പെട്ട വ്യക്തിയോ കോടതിയുടെ അധികാര പരിധിയിലല്ലാത്തിടത്ത് എന്താണ്, കോടതിക്ക് ഹെബിയസ് കോർപ്പസ് എന്ന റിട്ട് പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കും. ഏതൊക്കെ കോടതികൾക്കാണ് റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയുന്നത്? സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും. സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32. ഇനി ഹൈക്കോടതി ആണെങ്കിൽ ഏതാണ്? 226 അല്ലേ? അത് രണ്ടും പഠിച്ചിരിക്കുക. സുപ്രീം കോടതിയാണ് 32, ഹൈക്കോടതിയാണ് 226. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ,
ഏത് ഭരണഘടനാ ഭേദഗതിയാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്കുള്ളിൽ ട്രൈബ്യൂണൽ സ്ഥാപിക്കുന്നതിനുള്ള വ്യവസ്ഥ അവതരിപ്പിച്ചത്? ഓപ്ഷൻ ബി 42-ാം ഭേദഗതി. 42-ാം ഭേദഗതി എന്നായിരുന്നു? 1976 അല്ലേ? ഓക്കെ, അത് പഠിച്ചിരിക്കുക. ഏത് ഭരണഘടനാ ഭേദഗതിയിലാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്കുള്ളിൽ ട്രൈബ്യൂണൽ സ്ഥാപിക്കുന്നതിനുള്ള വ്യവസ്ഥ ചെയ്തതെന്ന് ചോദിച്ചാൽ 42-ാം ഭേദഗതി. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ എന്നത് ഇതിൽ തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. മുകളിൽ പറഞ്ഞ പ്രസ്താവന ഏതൊക്കെയാണ് തെറ്റെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, തെറ്റെന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ഒന്നും, ഓപ്ഷൻ ഡി ആണ് ഇവിടെ തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 360 പ്രകാരം സാമ്പത്തിക അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രസ്താവന പരിഗണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സാമ്പത്തിക അടിയന്തരാവസ്ഥ പിൻവലിക്കുന്നതിന് പരമാവധി 3 വർഷമാണ് ഭരണഘടന അനുശാസിക്കുന്നത്. പ്രഖ്യാപനം റദ്ദാക്കുന്നതിന് പാർലമെന്റിന്റെ അംഗീകാരം ആവശ്യമില്ല. ഇന്ത്യയിൽ ഇന്ന് വരെ സാമ്പത്തിക അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയിട്ടില്ല. മുകളിൽ പറഞ്ഞവ എത്ര എണ്ണം ശരിയല്ല, അതായത് എത്ര എണ്ണം ഇതിൽ തെറ്റാന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഏതാണ്? എ, ഒന്ന് മാത്രമാണ് ഇവിടെ തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ഏതാണ് ആക്രമണകാരി ഒരു വിശ്വസനീയ സ്ഥാപനമായി നടിക്കുകയും ഒരു സിസ്റ്റത്തിലേക്ക് അനധികൃത ആക്സസ് നേടുകയും ചെയ്യുന്ന ആക്രമണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഏതാണ്? ഓപ്ഷൻ ബി IP സ്പൂഫിംഗ് ആണ്. ഇന്റർനെറ്റ് പ്രോട്ടോകോൾ സ്പൂഫിംഗ് ആണ് താഴെ പറയുന്നവയിൽ ആക്രമണകാരി ഒരു വിശ്വസനീയ സ്ഥാപനമായി നടിക്കുകയും ഒരു സിസ്റ്റത്തിലേക്ക് അനധികൃത ആക്സസ് നേടുകയും ചെയ്യുന്ന ആക്രമണം എന്ന് പറയുന്നത് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ സ്പൂഫിംഗ് അഥവാ IP സ്പൂഫിംഗ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആന്തരിക ആശയവിനിമയത്തെ ബാഹ്യ നെറ്റ്വർക്കുകൾക്കുള്ളിൽ നിന്ന് ഒറ്റപ്പെടുത്തി നെറ്റ്വർക്ക് സുരക്ഷ വർദ്ധിപ്പിക്കുന്ന സാങ്കേതികതകൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ സി ആണ് സ്വകാര്യ IP വിലാസങ്ങൾ. പ്രൈവറ്റ് ആയിട്ടുള്ള ഇന്റർനെറ്റ് പ്രോട്ടോകോൾ വിലാസങ്ങളാണ് ആന്തരിക ആശയവിനിമയത്തെ ബാഹ്യ നെറ്റ്വർക്കുകളിൽ നിന്ന് ഒറ്റപ്പെടുത്തി നെറ്റ്വർക്ക് സുരക്ഷ വർദ്ധിപ്പിക്കുന്ന സാങ്കേതികതകളിൽ പെടുന്നതെന്ന് ചോദിച്ചാൽ സ്വകാര്യ IP വിലാസങ്ങളാണ്. പ്രൈവറ്റ് ആയിട്ടുള്ള ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ്സുകളാണ്. ഓക്കെ, അടുത്ത സ്റ്റേറ്റ്മെന്റ്, താഴെ പറയുന്നതിൽ ഏതാണ് സാധ്യതയുള്ള ഡിജിറ്റൽ തെളിവ് വ്യക്തമാക്കുക ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ്. അന്വേഷണത്തിന് പ്രസക്തമായേക്കാവുന്ന എന്നാൽ അതിൻ്റെ സമഗ്രതയ്ക്കും ആധികാരികതയ്ക്കും ഇതുവരെ പ്രാമാണീകരിക്കപ്പെടുകയോ സ്ഥിരീകരിക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഏതെങ്കിലും ഡിജിറ്റൽ ഡേറ്റയാണ് ഇതെന്ന് പറയുന്നത് ഡിജിറ്റൽ തെളിവ് എന്നതുകൊണ്ട് വ്യക്തമാക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ബയോമെട്രിക്സിൽ ഏറ്റവും വിശ്വസനീയമായത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? താഴെ പറയുന്ന ബയോമെട്രിക്സിൽ ഏറ്റവും വിശ്വസനീയമായതാണ് DNA എന്ന് പറയുന്നത്. ഓക്കെ, DNA ആണ് ബയോമെട്രിക്സിൽ ഏറ്റവും വിശ്വസനീയമായതെന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇമെയിൽ അയക്കുന്ന ആളുകളുടെ ആധികാരികത ഉറപ്പാക്കുന്നതിനുള്ള ഒരു രീതി താഴെ പറയുന്നതിൽ ഏതാണെന്ന് ചോദിച്ചാൽ ഡിജിറ്റൽ സിഗ്നേച്ചർ ആണ്. ഓപ്ഷൻ എ ആണ്. ഇമെയിൽ അയക്കുന്ന ആളുടെ ആധികാരികത ഉറപ്പാക്കുന്നതിനുള്ള ഒരു രീതിയാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ക്ലൗഡ് സ്റ്റോറേജിൽ ഡിജിറ്റൽ തെളിവുകളുടെ ആധികാരികത സ്ഥാപിക്കുന്നതിൽ ഏത് തരത്തിലുള്ള മെറ്റാ ഡേറ്റയാണ് ഏറ്റവും നിർണായകമായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ സി ടൈം സ്റ്റാമ്പുകൾ സൃഷ്ടിക്കലും പരിഷ്കരിക്കലുമാണ്. ക്ലൗഡ് സ്റ്റോറേജിൽ ഡിജിറ്റൽ തെളിവുകളുടെ ആധികാരികത സ്ഥാപിക്കുന്നതിൽ ഏത് തരത്തിലുള്ള മെറ്റാഡേറ്റയാണ് ഏറ്റവും നിർണായകമായതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ് ടൈം സ്റ്റാമ്പുകൾ സൃഷ്ടിക്കലും പരിഷ്കരിക്കലും. അപ്പം നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം സ്പെഷ്യൽ ടോപ്പിക്കാണ്. എസ്സേയുടെ ആയതുകൊണ്ട് തന്നെ ബാക്കിയെല്ലാം സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വീഡിയോ കുറേ പുതിയ അല്ലേ, എല്ലാം തന്നെ നല്ല ടഫായിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആയിരുന്നു, കുറേ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു അല്ലേ, എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക്